ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പല കുടുംബങ്ങളിലും അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന, എന്നാൽ ആരും പുറത്തു പറയാത്ത ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. യൗവനകാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച് ചോര നീരാക്കി മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവർക്കൊരു ജോലിയായപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ ഒരു കൂട്ടം പിതാക്കന്മാരുടെ കഥ, അല്ലെങ്കിൽ ഭാര്യയാലും മക്കളാലും അവഗണിക്കപ്പെട്ട് ജീവച്ഛവമായി കഴിയുന്ന ഭർത്താക്കന്മാരുടെ കഥ. സമകാലിക സമൂഹത്തിൽ വളരെ നിശബ്ദമായി വർദ്ധിച്ചു വരുന്ന ഒരു ക്രൂരമായ പ്രവണതയാണിത്. ഒരു കാലത്ത് കുടുംബത്തിൻ്റെ നാഥനായിരുന്നു അയാൾ. അന്ന് അയാളുടെ വരുമാനവും അധ്വാനവുമായിരുന്നു ആ കുടുംബത്തിൻ്റെ തണൽ. പക്ഷേ പ്രായമാവുകയും വരുമാനം നിലയ്ക്കുകയും ചെയ്തപ്പോൾ രംഗം മാറി. മക്കൾ പഠിച്ച് നല്ല നിലയിൽ എത്തുന്നതോടെ ചില വീടുകളിൽ ഉമ്മയും മക്കളും ചേർന്നൊരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുന്നു. ഇവിടെയാണ് പല പുരുഷന്മാരും ക്രൂരമായ അവഗണന നേരിടാൻ തുടങ്ങുന്നത്. മക്കളുടെ സാമ്പത്തിക ശേഷിയിലും അവരുടെ സ്നേഹത്തിലും അഭയം കണ്ടെത്തുന്ന ഭാര്യമാർ ഭർത്താവിനെ ഒരു ബാധ്യതയായി കാണാൻ തുടങ്ങുന്നു. ഇല്ലാത്തതും ഉള്ളതുമായ കുറ്റങ്ങൾ മക്കളുടെ മുൻപിൽ നിരത്തി ചെറുപ്പം മുതലേ വാപ്പ ഉമ്മയെ ദ്രോഹിക്കുകയായിരുന്നു എന്ന രീതിയിൽ മക്കളുടെ മനസ്സിലേക്ക് വിഷം ചീറ്റുന്ന പ്രവണത ഇന്ന് കൂടി വരികയാണ്. ഇതിൻ്റെ ഫലം എന്താണെന്നറിയോ? തങ്ങളെ വളർത്താൻ പിതാവ് സഹിച്ച ത്യാഗങ്ങളൊക്കെ മക്കൾ മറന്നു പോകുന്നു. അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് സ്വന്തം പിതാവിനെ ശത്രുവായി കാണാൻ മക്കൾ തുടങ്ങുന്നു. ഒടുവിൽ സ്വന്തം അധ്വാനത്തിൽ പടുത്തുയർത്തിയ വീട്ടിൽ ഒരു വാടകക്കാരനെ പോലെ ആ മനുഷ്യൻ ഒതുക്കപ്പെട്ടു പോകുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, മരുന്നിൻ്റെ കാര്യത്തിൽ, സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് കേൾക്കുന്ന കാര്യത്തിൽ പോലും ഇവർ അവഗണിക്കപ്പെടുന്നു. പുറത്തു പറഞ്ഞാൽ മാനക്കേട്, ഉള്ളിലൊതുക്കിയാൽ നെഞ്ചു പൊട്ടുന്ന വേദന. ഈ പ്രായത്തിൽ ഇവർക്ക് ആരോടാണ് യഥാർത്ഥത്തിൽ പരാതി പറയാൻ കഴിയുക? പല പുരുഷന്മാരും വാർദ്ധക്യത്തിൽ ഡിപ്രഷനിലേക്കും രോഗങ്ങളിലേക്കും തള്ളിവിടപ്പെടുന്നത് ഈ മാനസിക പീഡനം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരോടും ഭാര്യമാരോടുമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു പുരുഷൻ്റെ യൗവനവും സമ്പാദ്യവും മാത്രം മതിയെന്ന നിലപാട് യഥാർത്ഥത്തിൽ ക്രൂരതയാണ്. അയാളുടെ കുറവുകളെ മക്കളുടെ മുമ്പിൽ പറഞ്ഞ് വലുതാക്കി മക്കളുടെ മനസ്സിൽ നിന്ന് പിതാവിനെ അകറ്റുക വഴി നിങ്ങൾ തകർക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല, ആ മക്കളുടെ ധാർമ്മിക ബോധം കൂടിയാണെന്നുള്ള തിരിച്ചറിവാണ്. ഇനി പ്രിയപ്പെട്ട മക്കളോട്, മക്കളെ, അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ അച്ഛൻ്റെ മുഖത്തേക്ക് കൂടി നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ആഡംബര ജീവിതത്തിനും ജോലിക്കും പിന്നിൽ ആ മനുഷ്യൻ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും ഇടയിലുള്ള പഴയ പിണക്കങ്ങളുടെ പേരിൽ അച്ഛനെ ക്രൂശിക്കാൻ ഒരിക്കലും നിങ്ങൾ മുതിരരുത്. വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടത് പണമല്ല, തങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നലാണ്. ഇന്ന് നമ്മൾ